പറയാം. ഇതെല്ലാം നമ്മുടെ കലാമണ്ഡല സത്യഭാമ നമ്മുടെ ഞാനിപ്പോൾ വേറെ ആരെങ്കിലും ആണെങ്കിൽ ചിലപ്പോൾ പക്ഷേ ഇങ്ങനെ ഓപ്പണായിട്ട് ടി വി പറയാൻ മടിച്ചതായിരിക്കും. ഞാൻ കലാമണ്ഡല സത്യഭാമ ഒറിജിനൽ സത്യഭാമ ടീച്ചറല്ല. എനിക്ക് അവരെ അറിയാം. ഞാൻ ഒരുപാട് ബഹുമാനിച്ചിരുന്ന ടീച്ചറാണ് കലാമണ്ഡല സത്യഭാമ ടീച്ചർ, സീനിയർ. ഇല്ല ടീച്ചർ വെച്ച്. അപ്പോൾ ഇത് ജൂനിയറാണ്. ഇപ്പം അതേ പേര് മോഹിനിയാണെന്നോ തന്നെ പറയാം. ഇതാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഒരു മോഹിനി പറഞ്ഞാൽ നമുക്ക് സമ്മതിച്ചു കൊടുക്കാം. മോഹിനിയുടെ 7 അയലത്ത് വരാത്തവർ കൂടെ മോഹിനി ആയിരിക്കണം കളിക്കുന്നതൊക്കെ പറഞ്ഞു. അങ്ങനെയൊന്നും പറയല്ലേ ഈശ്വര. ഇസ്മയുടെ 7ാം കൂലി ആയിരിക്കും കലാമണ്ഡലത്തിന്. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കലാമണ്ഡലം സസ്യഭാമ എന്ന് പറയുന്ന സ്ത്രീ നമുക്ക് എല്ലാവർക്കും അറിയുന്നത് എങ്ങനെയാണ്? രാമകൃഷ്ണൻ എന്ന് പറയുന്ന നമ്മുടെ പ്രിയപ്പെട്ട കലാഭവമണി ചേട്ടന്റെ അനുജനെ, അതായത് കാക്കയുടെ നിറം പോലെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അധിക്ഷേപിക്കുന്ന ഒരു വ്യക്തിയെ ഒരു കാരണവശാലും നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല. നമുക്ക് ടീച്ചർ എന്ന് വിളിക്കാൻ കഴിയില്ല. ആ സ്ത്രീ അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബഹുമാനവും ആ സ്ത്രീ അർഹിക്കുന്നില്ല. അത്രത്തോളം മോശപ്പെട്ട പ്രവൃത്തി, അതായത് ഇതുപോലെയുള്ള വാക്കുകൾ പറയുന്ന ഒരു സ്ത്രീയാണ് അവർ. അതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത്. അതായത് അവർക്ക് എല്ലാത്തിനോടും തന്നെ വെറുപ്പാണ്. ജനങ്ങളോട് എല്ലാവരോടും അവർക്ക് എന്തോ കണ്ണുകടിയാണ്, അസൂയയാണ്. അപ്പൊ രാമകൃഷ്ണൻ ഇങ്ങനെ പറയുന്നതിന് ശേഷമാണ് ഇങ്ങനെ ഒരാളുണ്ട്, ഇങ്ങനെ ഒരു ടീച്ചറുണ്ട് എന്നൊക്കെ നമ്മൾ അറിയുന്നത്. അല്ലാതെ ഈ സ്ത്രീയെ നമുക്ക് ആർക്കെങ്കിലും അറിയോ? എനിക്കറിയില്ലായിരുന്നു. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ ഇങ്ങനെ ഒരാളുണ്ട്? പക്ഷേ ഇങ്ങനെ ഒരു വിവാദം വന്നു, വിവാദമായ പ്രസ്താവനയല്ല ഇത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശുദ്ധ തെണ്ടിത്തരം തന്നെയാണ്. വിവാദമായ പ്രസ്താവനയാണ് അല്ലെങ്കിൽ മറ്റുള്ള എന്നാ എല്ലാവരും പറയുന്നതാണ്. അതൊന്നുമല്ല. ഈ സ്ത്രീയുടെ ആ ലാംഗ്വേജും അതുപോലെ തന്നെ അവരുടെ ശരീരഭാഷയും ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ അവർക്ക് കറുപ്പ് എന്ന് പറയുന്നത് ഭയങ്കര അലർജി പോലെയാണ്. ഇപ്പോഴവർ വിടാതെ പിടിച്ചിരിക്കുന്നത് മല്ലിക സുകുമാരനെയാണ്. മല്ലിക സുകുമാരനെ പലതരത്തിലും അവർ പറയുന്നുണ്ട്. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ എന്താ പറയേണ്ടത്? മല്ലിക സുകുമാരൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. കലാമണ്ഡലത്തിൽ അങ്ങനെ ഒരു ടീച്ചർ ഉണ്ടായിരുന്നു പണ്ട്. ഇപ്പോഴാ ടീച്ചർ മരിച്ചുപോയി. ഇപ്പോഴുള്ളത് ഒരു ഡ്യൂപ്ലിക്കേറ്റ്, ഒരു തള്ളയാണ്, അല്ലാതെ വേറെ ആരുമല്ല എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതായത് നമുക്ക് എല്ലാവർക്കുമുള്ള ഒരു അഭിപ്രായം തന്നെയാണ് മല്ലിക സുകുമാരൻ പറഞ്ഞത്. പക്ഷെ മല്ലിക സുകുമാരൻ പറയാൻ പാടില്ല. അവരെങ്ങനെയാണ് പറയുന്നത്? അവർക്കതിനുള്ള യോഗ്യതയുണ്ടോ എന്നുള്ള തരത്തിലാണ് നമ്മുടെ സസ്യഭാമ ചോദിക്കുന്നത്. എൻ്റെ പൊന്നു സ്ത്രീ, അതായത് നിങ്ങളൊരു കാര്യം ആലോചിച്ച് നോക്കണം. ഇവിടെ അങ്ങനെ പറയാനുള്ള ഏറ്റവും നല്ലൊരു അധികാരം മല്ലിക സുകുമാരന് തന്നെയാണ്. ഒരു കാര്യം മാത്രം ആലോചിച്ചാൽ മതി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഭർത്താവും അവരുടെ മക്കളും എല്ലാം കൂടിയിട്ട് ഒരു സ്വർഗം തന്നെയാണ് അവരുടെ വീട്. അതുമാത്രവുമല്ല, അവർക്ക് ശരിക്കും അഭിമാനിക്കുകയല്ലേ അവര്. അത് മക്കൾ രണ്ടുപേരും സിനിമാ താരങ്ങള്, ആ ഭർത്താവ് സിനിമാ താരം, ഇതൊക്കെ കൊണ്ട് അവർ അഭിമാനിക്കുകയല്ലേ. ആദ്യം അവർക്കൊരു ചതിവ് പറ്റിയിട്ടുണ്ടെങ്കിലും ആ ചതിയിൽ നിന്നൊക്കെ അവർ മോചിതരായി വന്ന് പിന്നീട് അങ്ങോട്ടെന്ന് പറഞ്ഞാൽ നല്ല ജീവിതം കാഴ്ചവെച്ച് ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ സസ്യഭാമയ്ക്ക് അങ്ങ് പിടിക്കുന്നില്ല. സസ്യഭാമയ്ക്ക് ഇത് കാണുമ്പോൾ ഭയങ്കരമായിട്ടുള്ള പ്രശ്നമാണ്. ആ ഒരു പ്രശ്നമാണ് ആ ഒരു വാക്കിലൂടെ ഇങ്ങനെ വരുന്നത്. എന്താണെന്ന് വെച്ചാൽ നീ ലോകം മുഴുവൻ ഓടിയ വണ്ടിയാണ്, അല്ലെങ്കിൽ നീ എന്താണ് നിനക്ക് അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞിട്ട്. ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഏതായാലും ആ ഒരു വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം. അപ്പോഴും നമുക്ക് ഏകദേശം കുറച്ചൊക്കെ മനസ്സിലാവുമായിരുന്നു. എന്നോട് വിളിച്ചിട്ട് കലാമണ്ഡലം സത്യഭാമ ടീച്ചർ മരിച്ചില്ലേ 50 പേര് ചോദിച്ചു. ഞാൻ പറഞ്ഞു നിങ്ങൾ ഉദ്ദേശിക്കുന്ന ടീച്ചർ മരിച്ചു, ഇത് വേറെ ഡ്യൂപ്ലിക്കേറ്റ് ഡമ്മി. ഞാൻ പറഞ്ഞു ഇത് മിമിക്രി അവതരിപ്പിക്കാനൊക്കെ കൊള്ളാം. അതിന്റെ കൂട്ടത്തിൽ പോയൊക്കെ പറയട്ടെ. അതായത് ഞാൻ മല്ലിക സുകുമാരനെ കുറിച്ച് സംസാരിച്ചത് ഭയങ്കരമായിട്ട് അവർ തിരിച്ച് അവരുടെ കുറേ ആൾക്കാർ എനിക്ക് വേറൊരു വൃത്തികെട്ട രീതിയിൽ കമൻസ് ഇടണം. പക്ഷേ മല്ലിക സുകുമാരൻ എന്നെ പറഞ്ഞതിൽ ജനം മൊത്തം കേട്ടതാണ്. പിന്നെ മല്ലിക സുകുമാരൻ പറഞ്ഞത് ഇടുന്നുണ്ട്, എന്നാലല്ലേ ഞാൻ പറഞ്ഞിട്ട് അത് സത്യമാണെന്ന് അറിയുള്ളൂ. അപ്പോൾ എന്തുകൊണ്ട് സത്യഭാമ ടീച്ചർ ഇത് പറഞ്ഞു എന്നുള്ളതിന് ഒരു ശരി അവിടെ വരും അല്ലേ? അപ്പോൾ അതിലേക്ക് അങ്ങോട്ട് കിടക്കാം. ഓമനക്കുട്ടിയെ സുഖാണ? സത്യഭാമയല്ല, നിന്റെ തന്തേരെ ഭാമ കേട്ടാ. ഓമനെ നിന്റെ തന്തി ഉണ്ടടി ഇപ്പോഴും. നിന്റെ തള്ളയുടെ പേരെന്താടി? നീ ഓമന. നിന്റെ തള്ളയുടെ പേര് സുന്ദരി എന്നായിരിക്കും അല്ലേ? ഓമനെ കേവിയാ? ചത്തുപോയാ നീ? കേവി ചത്തുപോയാടി? മല്ലികയുടെ 7 അയലൊക്കെ അത് ശരിയാ. മല്ലിക ജീവിക്കുന്നത് പോലെയൊന്നുമല്ല ഞാൻ ജീവിച്ചു വന്നിട്ടുള്ളത്. അയ്യോ, അത് ഇവിടെ ഉള്ള കലാകാരന്മാരോട് ചോദിക്കും. ആ പെണ്ണുമ്പിള്ള ജീവിച്ചു വന്ന ഒരു രീതികളും കാര്യങ്ങളൊക്കെ ഈ ലോകത്ത് കലാകാരന്മാർക്ക് മൊത്തം അറിയാം കേട്ടോ. ഓമനെ സത്യഭാമനെ നിങ്ങൾ എന്നോട്ട് അറിയാൻ തുടങ്ങിയേ? എൻ്റെ ആ കേസ് പോലെ നിങ്ങൾ എന്നെ അറിയുള്ളൂ. മറ്റേ പെണ്ണുമ്പിള്ള അതല്ല, ലോകം മുഴുവൻ ഓടി ഒരു വണ്ടിയാണ് കേട്ടാ. അതുകൊണ്ട് അവരുടെ ഈ ലോകത്ത് എനിക്ക് സത്യമായിട്ട് വരാൻ പറ്റില്ല, യാതൊരു സംശയമില്ല. അതെങ്ങനെ വരാൻ പറ്റും? ഞാൻ മാന്യമര്യാദയായിട്ട് ജീവിക്കുന്ന ഒരു സ്ത്രീയാണ്. അതുകൊണ്ട് അവരുടെ കൂടെ ഒരിക്കലും എന്നെ ചേർക്കാൻ പറ്റൂല. ഓമന അത് പറഞ്ഞത് വളരെ സത്യമാണ് കേട്ടാ. ഇനി എങ്ങനെ എല്ലാവരോടും പറയണോ ഓമനെ? ഇനി നീ ഇതിന്റെ പുറകെ എഴുതണം കേട്ടാ. മല്ലികയുടെ കൂടെ നടക്കാനുള്ള യോഗ്യത എൻ്റെ പൊന്നെ, എന്നെ അതിലും പേരെ ഞാൻ 2 മണം കയറത്ത് കെട്ടി തൂക്കി ചാവുള്ളൂ. മല്ലികയുടെ കൂടെ പോകാനുള്ള യോഗ്യത എനിക്ക് ഉണ്ടായാൽ. മല്ലികയല്ല സത്യഭാമ. ഈ ലോകത്തെ കലാകാരന്മാർക്ക് മൊത്തം അറിയാം മല്ലികയുടെ ഹിസ്റ്ററി കേട്ടാ. സത്യഭാമ അല്ല അന്തസ്സായിട്ട് ജീവിക്കുന്ന ഇവിടെ കേട്ടല്ല. ഇനി നീ ഇതിന്റെ പുറകെ കമന്റ് ഇട്ട് പാടി ഓമനാമേ. ഞാൻ ഈ ധാത്രിയുടെ ഷാമ്പു എത്രയോ വർഷകാലം കൊണ്ട് ഉപയോഗിക്കുകയാണ്. ധൈര്യം
വെള്ളം കുടിക്കും പറ്റും, കുറച്ച് വെള്ളം കുടിക്കും, കുറച്ച് വെള്ളം കുടിച്ചിട്ട് പാടുന്നത്. എന്തൊരു സ്ത്രീയാണ്, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കലാണ്. അതായത് അവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നീ ലോകം മുഴുവൻ ഓടിയ വണ്ടിയല്ലേ. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം എനിക്ക് പറയാനുള്ളൂ, അതിൻ്റെ ഡ്രൈവറായിരിക്കും ഇവർ, അത്രയും പറയാനുള്ളൂ. അല്ലാതെ വേറെ എന്തു പറയാനാണ്? അതായത് ഇത്രയും അന്തസ്സോടുകൂടി ജീവിക്കുന്ന, അല്ലെങ്കിൽ വളരെയധികം രണ്ട് മക്കൾ, തങ്കക്കുടം പോലെ രണ്ട് മക്കൾ, ജനങ്ങളെല്ലാവരും ആരാധിക്കുന്ന രണ്ട് മക്കൾ, ആ മക്കളിൽ മാത്രം മതി അഭിമാനിക്കാൻ എന്നുള്ളതാണ്. അവിടെയാണ് ഈ സ്ത്രീ പറയുന്നത്, നിന്റെ കൂടെ ഞാൻ വരത്തില്ല, നിനക്ക് എങ്ങനെയാണ് എന്നെ അറിയാം എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ തെറി വേറിയുണ്ടട്ടാ, ഉള്ള കാര്യം ഞാൻ നിങ്ങളോട് പറയാം. ഇതിന്റെ തെറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇതിനു മുമ്പേ ഒരു വീഡിയോ പറഞ്ഞല്ലോ, അതിന്റെ തെറിയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടംപോലെ കിട്ടാനുണ്ട്. പക്ഷെ അതൊന്നും നമ്മുടെ ചാനലിൽ ഇടാൻ കഴിയില്ല. കാരണം എന്താ വെച്ചാൽ ഇട്ട് കഴിഞ്ഞാൽ അതൊരു ചൊറയാണ്. എന്താ വെച്ചാൽ അത് ചൊറ മാത്രമല്ല, എന്താ വെച്ചാൽ നമ്മുടെ ചാനലിന്റെ ആ ഒരു വിലയുണ്ടല്ലോ, അതുവരെ പോകും. അമ്മാതിരി തെറിയാണ് ഈ സ്ത്രീ പറയുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇവരൊരു ടീച്ചറോ അല്ലെങ്കിൽ വേറെ ഒന്നുമല്ല. ഇവർക്കുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ എന്തോ ഒരു അസുഖമാണ്. ആ അസുഖം ഇങ്ങനെ കൂടിക്കൂടി വന്നതിൻ്റെ ഒരു ദേഷ്യവും വെറുപ്പും ഇതൊക്കെയാണ് ഇവരിങ്ങനെ കാണിച്ചു കൊണ്ടിരിക്കുന്നത്. അല്ലാതെ ഏതെങ്കിലും ഒരു മനുഷ്യന്മാർ ചെയ്യുന്നതാണോ? അതായത് ഒരു മനുഷ്യൻ്റെ അങ്ങ് കറുപ്പാണ്, ഇതാണ് എന്നൊക്കെ പറഞ്ഞ് അവനെ ഇട്ട് എന്താ കളിയാക്കാൻ കഴിയുന്നത് പൂർണ്ണമായിട്ട് കളിയാക്കിയിട്ട് പിന്നീട് പറയുകയാണ്, അയ്യോ ഞാൻ അങ്ങനെ പറഞ്ഞില്ല, ഞാൻ ഇങ്ങനെ പറഞ്ഞില്ല. അതായത് കരഞ്ഞു മെഴുകുകയായി ചെയ്തത്. അത് കേസും കാര്യങ്ങളൊക്കെ ആയി. പിന്നെന്ന് പറഞ്ഞ് ജാമ്യമില്ല ഒരു വകുപ്പായി. ഇപ്പോഴെന്ന് പറഞ്ഞാൽ അറിയാൻ കഴിഞ്ഞെന്ന് പറഞ്ഞാൽ ജാമ്യത്തിലാണുള്ളത്, മുൻകൂർ ജാമ്യത്തിലാണ് ഇപ്പോഴും ഉള്ളത്. ഏതായാലും മല്ലിക സുകുമാരൻ പറഞ്ഞതിൽ എനിക്ക് ഒരു തെറ്റും തോന്നുന്നില്ല. കാരണം എന്താ വെച്ചാൽ ഈ സ്ത്രീ അത് അർഹിക്കുന്നതാണെന്നേ എനിക്ക് പറയാനുള്ളൂ. ഇവരൊരിക്കലും കലാമണ്ഡലം എന്ന് അഭിസംബോധന ചെയ്യരുത്. ആ ഒരു സ്ഥാപനത്തിന് തന്നെ നാണക്കേടാണ്. ഇങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കലാമണ്ഡലമാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ ഒരുപാട് സാംസ്കാരിക നായകന്മാർ, നമ്മുടെ എന്താ പറയുക, കേരളത്തിൻ്റെ തന്നെ നമുക്കൊരു വലിയൊരു മുതലാണ് ഈ കലാമണ്ഡലം എന്ന് പറഞ്ഞാൽ. അവിടെയാണ് ഇങ്ങനെയുള്ള ഒരു സ്ത്രീയാണ് അവിടെ പഠിപ്പിക്കുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു സ്ത്രീയാണ് ടീച്ചർ എന്നൊക്കെ പറഞ്ഞാൽ മല്ലിക ശ്രീകുമാരൻ പറഞ്ഞ പോലെ ഇതാണോടെ മോഹിനി? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഇങ്ങനെയാണോ മോഹിനി ഇരിക്കുന്നത്? ഇതാണോ മോഹിനിയുടെ കല? മോഹിനിയാട്ടം എന്ന് പറയുന്നത് ഇതാണോ? ഈ സ്ത്രീ പറയുന്ന പോലെ മോഹിനിക്ക് വേണ്ടത് മോഹിനിയായ ഇതാണ്. ഈ മോഹിനി മതിയോ എന്ന് പറയുന്നത് പോലെയാണ് നമ്മുടെ മുഖം മോഹിനിയായിട്ട് എടുക്കുമോ എന്നുള്ളതാണ്. അപ്പൊ ഈ സ്ത്രീ പറയുന്നത് എന്താ വെച്ചാൽ, ഞാൻ മാത്രമാണ് മോഹിനി, ബാക്കി എല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഹിനിയല്ല, അവരൊക്കെ വേറെ ഏതൊരു ടീമാണ്. അതുകൊണ്ട് എനിക്ക് മാത്രമാണ് ഈ കല അവതരിപ്പിക്കേണ്ട അധികാരമുള്ളൂ. ഇന്ത്യയിൽ, ലോകത്തിൽ ഞാൻ മാത്രമേ ഉള്ളൂ മോഹിനിയാട്ടത്തിന്റെ ആള്, ബാക്കി ഒരാൾ പോലും ഇത് അവതരിപ്പിക്കരുത് എന്ന് ഇതങ്ങ് സ്വന്തമാക്കാൻ നോക്കുകയാണ്. അതായത് ഒരു കാര്യം നിങ്ങൾ ആലോചിച്ച് നോക്കണം, മര്യാദയ്ക്ക് ഒരു കുടുംബം വരെ നടത്തിക്കൊണ്ടു പോകാൻ ഈ സ്ത്രീക്ക് കഴിഞ്ഞിട്ടില്ല. അതായത് മകനാണെങ്കിൽ രണ്ടാമത്തെ കല്യാണവും മൂന്നാമത്തെ കല്യാണം കഴിച്ചോന്ന് തന്നെ അറിയില്ല. അങ്ങനെയുള്ള ഒരു സ്ത്രീയാണ് നമ്മുടെ മല്ലികാ സുകുമാരനെ പോലെ വളരെയധികം നല്ല രീതിയിൽ ജീവിക്കുന്ന, അല്ലെങ്കിൽ എന്താ പറയുക, രണ്ട് മക്കള് അവരറിയണ്ട, അവരറിഞ്ഞിട്ടുണ്ടെങ്കിൽ മിക്കവാറും ഈ തള്ളയെ വെച്ചിട്ട് അങ്ങനെയുള്ള ഒരു സംഭവം വരും. അതാണ് എനിക്ക് പറയാനുള്ളത്. എൻ്റെ പൊന്ന് തള്ള, ഒരു കാര്യം ചെയ്ത് നിങ്ങൾ ഇങ്ങനെ എന്താ പറയുക പച്ച തെറി വിളിക്കാതെ, ഇനി എന്തെങ്കിലും ദേഷ്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ എവിടെയെങ്കിലും ആളില്ലാത്ത സ്ഥലത്ത് പോയിട്ട് കുന്നിൽ, മറ്റേ നമ്മളെ ഇന്നസെന്റ് ഒരു സിനിമയിൽ പറയുന്നില്ലേ, അതേപോലെ ഏതെങ്കിലും ഒരു മലയെ നോക്കിയിട്ട് പറ, അതാണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നത്. അത്രയും വളരെ മോശപ്പെട്ട, എന്താ പറയുക, മോശമായ ഭാഷയിൽ സംസാരിക്കുന്ന ഈ സ്ത്രീ, നിങ്ങൾ ആലോചിച്ച് നോക്കണം, എന്തൊരു വൃത്തികേടാണ്. നമ്മുടെ നാടിന് തന്നെ എന്ന് പറഞ്ഞൊരു വൃത്തികേടാണെന്നേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാൻ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ. അതുമാത്രമല്ല നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വന്നോട്ട്. നന്ദി, നമസ്കാരം.